വോട്ട് ചിതറിപ്പിക്കുന്ന അപരന്മാരെയും വിമതരെയും ഒപ്പം വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തുന്ന മറ്റ് ചെറു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഇങ്ങനെ തലവേദനയായവരൊക്കെ നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന ആശങ്കയിലാണ്. പിൻവലിച്ചാൽ സമാധാനം, പിൻവലിച്ചില്ലെങ്കിൽ പോരാട്ടം കടുകും. എന്തായാലും മറ്റൊരു ചർച്ച കൂടി സജീവമാകുന്നുണ്ട്. ഒരു വിധത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ മറ്റൊരു വയ്യാവിന് ചർച്ച വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായിരിക്കെ കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ആരെന്ന ചർച്ച. UDF അധികാരത്തിൽ വന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറഞ്ഞു. ജനാധിപത്യ പാർട്ടി ആയതിനാൽ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് VD സതീശനും പ്രതികരിച്ചു. വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മുതിർന്ന നേതാവ് PJ കുര്യന്റെ അഭിപ്രായ പ്രകടനത്തോടെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കുകയാണ്. തിരുവല്ലയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് PJ കുര്യൻ അഭിപ്രായ പ്രകടനം നടത്തിയത്. രമേശും വേദിയിലുണ്ടായിരുന്നു. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയ ഘട്ടത്തിൽ വിഷയം വഴിതിരിഞ്ഞു പോകുമെന്ന് തിരിച്ചറിഞ്ഞ നേതൃത്വം കരുതലോടെയാണ് പ്രതികരിച്ചത്. UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഇപ്പോൾ ഒരു ചർച്ച ഉണ്ടായിരിക്കുകയാണ്. ചർച്ചകളൊക്കെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല, ഒന്നും സങ്കടപ്പെടണ്ട. ചർച്ച വഴിതിരിച്ചു വിടാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. തന്റെ പേര് ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചയെ പരസ്യമായി പിന്തുണയ്ക്കാൻ രമേശ് ചെന്നിത്തലയും കൂട്ടാക്കിയില്ല. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കമാണെന്നാണ് LDFന്റെ പ്രചാരണം. അത് ശരിവെക്കപ്പെടുന്ന തരത്തിലായിരുന്നു PJ കുര്യന്റെ അഭിപ്രായ പ്രകടനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.